പ്രവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ദേവീ ക്ഷേത്രത്തിലെ രാവുകൾക്ക് സ്ത്രീകളെപ്പോലും അസൂയപ്പെടുത്തുന്ന സൗന്ദര്യ തികവിൽ പുരുഷാങ്കന്മാർ നിറവിളക്കുമായി ദേവിക്ക് മുന്നിലെത്തുന്ന രാവുകൾ. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ടു നോക്കിയാലും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും നിറഭാവത്തോടെ സ്ത്രീകൾ മാത്രം കാഴ്ചയിൽ നിറയുന്ന ക്ഷേത്രരാവുകൾ. കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ നടക്കുന്ന സവിശേഷവും ഊർജ്ജസ്വലവുമായ ഒരു ഉത്സവമാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക്. എല്ലാ വർഷവും മാർച്ചിൽ മീനമാസത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് വനദുർഗ എന്നും അറിയപ്പെടുന്ന ഭഗവതി ദേവിയുടെ അനുഗ്രഹം തേടുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ചമയവിളക്കാണ്. മേൽക്കൂരയില്ലാത്ത ഒരേയൊരു ക്ഷേത്രമായതിനാൽ ക്ഷേത്ര വാസ്തുവിദ്യ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പഴയ കാലത്ത് വലിയ മരങ്ങളും വള്ളിച്ചെടികളും പുല്ലുകളും നിറഞ്ഞ ഒരു വനമായിരുന്നു. ഈ സ്ഥലത്ത് വടക്കു പടിഞ്ഞാറായി പ്രേതക്കുളം എന്ന പേരിൽ ഒരു ചെറിയ കുളവും കിഴക്ക് ഭാഗത്ത് ഒരു വലിയ കുളവും ഉണ്ടായിരുന്നു. എപ്പോഴും ശുദ്ധജലം നിറഞ്ഞ ഈ വലിയ കുളം പ്രദേശത്തെ ഫലപുഷ്ടമാക്കി നിലനിർത്തി. പശുക്കളെ മേയ്ക്കുന്നവർ അവരുടെ പശുക്കളുമായി ഈ സ്ഥലം സന്ദർശിക്കാറുണ്ടായിരുന്നു. പശുവിനെ സ്വതന്ത്രമായി വിട്ടതിനു ശേഷം ആൺകുട്ടികൾ വ്യത്യസ്ത കളികളിലും തമാശകളിലും ഏർപ്പെടാറുണ്ടായിരുന്നു. അത്തരം രസകരമായ നിമിഷങ്ങളിൽ ഒരു ആൺകുട്ടി സമീപത്തുള്ള ഒരു തെങ്ങിൽ കയറി ഒരു തേങ്ങ പറിച്ചു. തൊണ്ടു നീക്കം ചെയ്യുന്നതിനായി അവൻ ഭൂതക്കുളത്തിന് സമീപമുള്ള ഒരു കല്ലിൽ തേങ്ങ അടിച്ചു. അവൻ ഞെട്ടലോടെ നോക്കി. കല്ലിൽ നിന്നും രക്തം ഒഴുകുന്നത് അവൻ കണ്ടു. ഈ അസ്വാഭാവിക സംഭവത്തിൽ ഭയന്ന് ആൺകുട്ടികൾ അവരുടെ ഗ്രാമത്തിലേക്ക് ഓടിക്കയറി. ഗ്രാമത്തിലെ മുതിർന്നവരോട് നടന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിച്ചു. മുതിർന്നവർ ആൺകുട്ടികളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കല്ലിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ട് കല്ലിൽ എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് അവർ നിഗമനത്തിലെത്തി. മുതിർന്നവരുടെ ക്ഷണപ്രകാരം 2 ജ്യോതിഷികൾ അവിടെ എത്തി. ആ കല്ലിൽ ദേവിയുടെ ദിവ്യശക്തിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം ആൺകുട്ടികളും മുതിർന്നവരും ചേർന്ന് കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൂണുകൾ, ഇലകൾ, ഇളം തെങ്ങിൻ്റെ ഇലകൾ എന്നിവ ഉപയോഗിച്ച് ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു. തുടർന്ന് ആൺകുട്ടികൾ സ്ത്രീവേഷം ധരിച്ച് വിളക്കുമായി എത്തി. കുടുംബക്ഷേത്രങ്ങളിൽ ദീപാലങ്കാരവും പുഷ്പമാലയും അർപ്പിക്കുന്ന രീതി ആ കാലത്ത് നിലനിന്നിരുന്നു. പിന്നീട് ഇവിടെ സ്ഥിരം ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രോത്സവത്തിൽ പ്രത്യേക ആചാരങ്ങൾ കൊണ്ട് ക്ഷേത്രം വാർത്തകളിൽ ഇടം നേടി. പുരുഷന്മാരോട് കൊഞ്ചിക്കുഴയുന്നവരും സെൽഫി എടുക്കുന്നവരും ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നവരുമായി തലമുറ വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ വേറെയും. പുലർച്ചെ 2 മണിയോടെ ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ഞാലമ്മൂട് വരെ റോഡിനിരുവശത്തുമായി അണിനിരന്ന് ദേവീ ചൈതന്യം ആവാഹിച്ച് ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിൻ്റെ അകപ്പടിയിൽ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് കുഞ്ഞാലമ്മൂടിലെത്തി ഉറച്ചു തുള്ളി വിളക്ക് കണ്ട് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് പുലർച്ചെ 5:30 ക്ഷേത്ര തീർത്ഥാടനക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയായതോടെ ആദ്യ ദിനത്തിലെ ചമയവിളക്കെടുപ്പ് സമാപിച്ചു.
പിറ്റേ ദിവസവും ഇതേ ചടങ്ങുകൾ നടക്കും. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കുരുത്തോലപ്പന്തൽ ചമയവിളക്ക് ആഘോഷത്തിലെ നയനാനന്ദകരമായ കാഴ്ചയാണ്. ഉത്സവകാലത്ത് താൽക്കാലിക ശ്രീകോവിലാണിത്. 2 കരക്കാർ വീതം ഒന്നിച്ചു ചേർന്ന് ക്ഷേത്ര മൈതാനത്തിൻ്റെ തെക്കും വടക്കുമായി 2 കുരുത്തോലപ്പന്തലുകൾ അണിയിച്ചൊരുക്കും. മീനം 10-ന് ചവറ പുതുക്കാട്ടുകരകളുടെ നേതൃത്വത്തിൽ തെക്കു ഭാഗത്തും 11-ന് വടക്ക് വശത്ത് കോട്ടയ്ക്കകം കുളങ്ങര ഭാഗങ്കരകൾ സംയുക്തമായി നിർമ്മിച്ച പന്തലിലുമാണ് ചമയവിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവീ ചൈതന്യം ഉപവിഷ്ടയാകുന്നത്. ഏറെ പ്രത്യേകതകളാണ് കുരുത്തോലപ്പന്തലിൻ്റെ നിർമ്മാണത്തിലുള്ളത്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുക്, വാഴ, കുരുത്തോല എന്നിവയാണ് ഉപയോഗിക്കുന്നത്. കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ തയ്യാറാക്കുന്ന കുരുത്തോലപ്പന്തലിൻ്റെ നിർമ്മിതി ചില സമുദായങ്ങൾക്ക് അവകാശമാണ്. അവർക്ക് കരക്കാർ ദക്ഷിണ നൽകി അതാത് ദിവസങ്ങളിൽ തന്നെ പന്തൽ കെട്ടിയുണ്ടാക്കും. പൂർത്തിയാക്കിയ ശേഷം പണിക്കാർ കരക്കാർക്കും ദക്ഷിണ സമർപ്പിക്കും. കുരുത്തോലപ്പന്തൽ ഉയർന്ന ശേഷമേ കെട്ടുകാഴ്ച ആരംഭിക്കൂ എന്ന പ്രത്യേകതയും കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഉത്സവത്തിന് സ്വന്തം. മറ്റു പല ക്ഷേത്രങ്ങളിലെയും പോലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലും ജീവിത എഴുന്നള്ളത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച പുരുഷന്മാർ ജീവിതയെ തോളിൽ വഹിച്ചുകൊണ്ട് ചെണ്ടയുടെ താളത്തിനൊത്ത് നൃത്തവും ചെയ്യും. ഭക്തർ ഈ സമയത്ത് ദേവിക്ക് നെല്ല്, അരി എന്നിവ സമർപ്പിക്കുന്നു. സ്ത്രീ വേഷമിടാൻ പദ്ധതിയിടുന്ന പുരുഷന്മാരും ആൺകുട്ടികളും 1 മാസത്തേക്ക് വ്രതമനുഷ്ഠിക്കണം.